നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പഴയ അശ്വതി അല്ല ഇപ്പൊ ഞാൻ. അന്ന് എന്റെ പ്രണയം തകർത്തു നിങ്ങൾ നിങ്ങളുടെ അമ്മയും ചേർന്ന്. പക്ഷെ ഇനി എന്റെ ജീവിതത്തിൽ തൊട്ട് കളിക്കാൻ വന്നാ നീ എന്ത് ചെയ്യും? വന്നാ ഞാൻ അരുണിനെ വിളിക്കും. ഞെട്ടി അല്ലേ? അരുണിനെ ഞാൻ വിളിക്കുന്നു പറഞ്ഞ വിളിച്ചിരിക്കും. അതെ, ഒരു കാര്യം കൂടി പറയാം. എന്റെ ഒരു വിളി ചെന്ന എല്ലാം ഇട്ടെറിഞ്ഞ് അരുൺ എന്റെ അടുത്തേക്ക് ഓടി വരും. സംശയമുണ്ടോ? നിക്ക്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഐശ്വര്യയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരവസരം കാത്തിരിക്കുകയാണ് അരുൺ. അല്ലേ? സത്യം പറയ്. ഇതെല്ലാം നീ എങ്ങനെ അറിഞ്ഞു? അറിഞ്ഞത് എങ്ങനെയോ ആവട്ടെ, അത് സത്യാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാ മതി. ഞാനേ ചിലപ്പോ അരുണിനെ വിളിച്ചെന്നിരിക്കും. അത് അരുണിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനായിരിക്കും. അരുണിനെ നീ വിളിച്ച അന്നത്തോടെ നിന്റെ അവസാനം. ആയിക്കോട്ടെ, അപ്പൊ എന്റെ അവസാനം നിങ്ങളുടെ വീട്ടിൽ എന്തിന്റെയെങ്കിലുമൊക്കെ ആരംഭമായിരിക്കും. എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ ഏട്ടൻ, ആ ഒരു ബഹുമാനമാ ഞാൻ നിങ്ങൾക്ക് ഇതുവരെ തന്നത്. പക്ഷെ ഒരു കാര്യം, ഇനി എന്റെ അഭിമാനത്തെ കുത്തി നോവിക്കാൻ വന്നാൽ ഞാൻ തന്നിരുന്ന ബഹുമാനം അങ്ങ് മാറ്റിവെക്കും. മുകളിൽ ആകാശം, താഴെ ഭൂമി. അതാ ഇപ്പൊ എന്റെ അവസ്ഥ. നിലവിട്ട ചിലപ്പോ ഞാൻ എന്തും ചെയ്തു പോവും. അപ്പൊ ഭീഷണി തുടങ്ങിയല്ലേ? ഭീഷണി തുടങ്ങിന്നോ? ആര് ഭീഷണിപ്പെടുത്തി? ഞാനേ പ്രതികരിച്ചു തുടങ്ങി. അങ്ങനെ പറഞ്ഞാ മതി. നിനക്കെന്റെ വീട്ടിൽ നിന്ന് ആരൊക്കെയോ കാര്യങ്ങൾ മുഴുവൻ എത്തിക്കുന്നുണ്ടല്ലേ? സത്യം പറ, ആ ശ്യാമ നിന്നെ കാണാറുണ്ടോ? ശ്യാമയേക്കാൾ എനിക്കടുപ്പം നിങ്ങളുടെ അമ്മയോടാ, വസുന്ധരാമ്മയോട്. ഞാൻ രക്തം കൊടുത്തത് ആർക്കാ? എന്റെ അമ്മായിയമ്മ ആകാനിരുന്ന ആളിന്, എന്നെ അരുണിൽ നിന്ന് അകറ്റിയ ആളിന്. പണ്ടെന്നെ നേരിട്ട് കണ്ടിട്ടില്ലാത്തോണ്ട് എന്നെ മനസ്സിലായിട്ടില്ല. എന്റെ പേരും വേറെയാണല്ലോ. അപ്പൊ നിങ്ങളുടെ അമ്മയ്ക്കാണ് എന്നോട് കൂടുതൽ ബന്ധം. അല്ല, എനിക്ക് ഉറപ്പുണ്ട് നിനക്ക് ആ ശ്യാമ കാര്യങ്ങളൊക്കെ ചോർത്തി തരുന്നുണ്ട്. അന്ന് നീ വീട്ടിൽ വന്നപ്പോ ശ്യാമയല്ലേ നിന്നെ അവിടെ നിന്ന് പറഞ്ഞയച്ചത്? പറ, ശ്യാമയ്ക്കറിയാമോ നീയും അരുണും തമ്മിലുള്ള ബന്ധം? പറടി. ആദ്യമായിട്ട് ഇനി ആരെ അറിയിക്കാതിരുന്നാ മതി. അശ്വതി, ഞാൻ നിനക്ക് ഒരാഴ്ച കൂടി സമയം തരും. അതിനിടയിൽ നീ ഈ നാട്ടിൽ നിന്ന് പോയിരിക്കണം. അതല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്ന് നീ കണ്ടോ? സത്യം പറഞ്ഞ ഞാനും ശ്യാമയും ഇതുപോലെ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതേ ആദ്യായിട്ടാ. ശ്യാമ ഒന്ന് വണ്ടിയെടുത്തേ. എടുത്തി, എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല. അത് എടുത്തിക്കും അറിയില്ലേ? അയ്യോ, ശ്യാമയ്ക്ക് ഡ്രൈവിംഗ് അറിയില്ലേ? എന്താ ഐശ്വര്യ ഇത്?
വളരെ മോശമായി പോയി. നീ എന്താ ഡ്രൈവിംഗ് പഠിപ്പിച്ചു കൊടുക്കാത്തെ? ശ്യാമയുടെ ഡാഡിയോട് കാറ് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? ഡാഡി എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഏതേലും കമ്പനിയുടെ ഹെഡാണോ? എന്റെ അച്ഛനൊരു സാധാരണക്കാരനാ. സാധാരണക്കാരനെന്ന് പറയുമ്പോ ഡോക്ടറാണോ അതോ ബാങ്ക് മാനേജറാണോ അങ്ങനെ എന്തെങ്കിലും ആണോ? അച്ഛൻ അമ്പലവാസിയാ. ഈ അമ്പലത്തില് സോപാനമൊക്കെ പാടി. അയ്യേ, എന്താ ഐശ്വര്യ ഇത്? ശ്യാമ നമ്മളെ പറ്റിക്കാണോ അതോ ഈ പറയുന്നത് സത്യമാണോ? ശ്യാമ പറഞ്ഞത് സത്യമാ. ശ്യാമയുടെ വീട്ടുകാരൊക്കെ പാവങ്ങളാ. പാവമായിട്ട് ജനിക്കുന്നത് ആരുടെയും കുറ്റമല്ലല്ലോ. നിങ്ങളിങ്ങനെ ശ്യാമയെ കളിയാക്കാതെ. പക്ഷെ ഐശ്വര്യ, നിന്റെ സ്ഥാനത്ത് ഞാനാണെന്ന് ഇരിക്കട്ടെ. ഞാൻ കല്യാണം കഴിച്ച വീട്ടിലേക്ക് ഇതുപോലൊരാള് വിവാഹം കഴിച്ചു വരാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല, അതിപ്പോ ശ്യാമയുടെ കല്യാണമായിട്ട് നടന്നിട്ടില്ല. പൂർണ്ണ രീതിയില് അതിന്നേ വരെ കല്യാണം ആയിട്ടുമില്ല. അഖിലിന് മറ്റൊരു പെണ്ണുമായിട്ടാ കല്യാണം തീരുമാനിച്ചിരുന്നേ. ആ കല്യാണ ദിവസം ഈ ശ്യാമ ഒരു നാടകം ഉണ്ടാക്കി. ഐശ്വര്യടുത്തി, എന്താ ശ്യാമ? ഐശ്വര്യടുത്തി, കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. വീട്ടുകാര്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് അഭിനയിച്ച് എന്നെ അവഹേളിക്കുവാണല്ലേ? മോളെ, അങ്ങനെയല്ല. എന്റെ ഫ്രണ്ട്സ് ഒന്നും കളിയാക്കിയതല്ല, കാര്യം പറഞ്ഞതാ. അതെ, ഇക്കാലത്ത് കാർ ഓടിക്കാൻ അറിയാത്ത ആളെന്ന് കേൾക്കുമ്പോ അതിശയം തോന്നുവാ. പിന്നെ വീട്ടുകാർക്കും ഒരു സ്റ്റാൻഡേർഡ് ഇല്ല. എന്തായാലും ഐശ്വര്യ സമ്മതിക്കണം. ഞാനാണെങ്കി ഇങ്ങനെയുള്ളവരെ കാറ് കേട്ടില്ല. അതെ അതെ, ഞാനാണെങ്കിലേ ഇങ്ങനെയുള്ള ഒരു കാറി കയറിയ ചുത്തി കലശം നടത്തും. ഐശ്വര്യടുത്തി, ഇവരോട് നിർത്താൻ പറ, ഇല്ലെങ്കിൽ ഞാൻ കാറിൽ നിന്ന് ഇറങ്ങൂട്ടോ. നീ എന്താ ഭീഷണിപ്പെടുത്തും പോലെ? നീ ഇറങ്ങി പോണ്ട, നിന്നെ ഇറക്കി വിടാൻ പോവാ. എന്റെ കൂട്ടുകാരൊരു തമാശ പറഞ്ഞപ്പോ നീ അവരെ അവഹേളിക്കുന്നല്ലേ? കാറിൽ ഇറങ്ങി പോടി. എന്റെ വീട്ടിലുള്ളവർക്കായിരിക്കും നീ ഒരു മാലാഖ. നീ എനിക്ക് വെറും ഒരു പുഴുവ. എന്റെ കാറിൽ കേറി സുഖിച്ച് AC ഇട്ട് യാത്ര ചെയ്യാന്ന് കരുതിയല്ലേ? ഇവൾക്ക് സാമാന്യ ബോധം പോലും ഇല്ലല്ലോ ഐശ്വര്യ. നമ്മള് കാറിൽ കയറാൻ വിളിച്ചപ്പോ ഇവളോടുള്ള സ്നേഹം കാരണമാണെന്ന് വിചാരിച്ചു കളഞ്ഞല്ലോ. മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.